അങ്ങോട്ട് എണ്ണിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് മുട്ടിക്കുന്നു. ഞാൻ നിങ്ങളുടെ പരമ്പര ഓരോന്നെടുത്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മുസ്ലിമീങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പരമ്പര പറയുമ്പോ ഒറ്റ വാക്കിൽ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, ആ പരമ്പര അങ്ങനെ എണ്ണിയതിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉസ്താദുമാരുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ന് കേരളത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസ രംഗത്തുള്ള കാര്യങ്ങളും കർമ്മരംഗത്തുള്ള സർവാന്ധവിശ്വാസങ്ങളും തോന്നിവാസങ്ങളും അവരുടെ ആചാരങ്ങളും മുഴുവൻ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ചെയ്തു എന്ന് റസൂലുള്ളാഹിയുടെ പേരിൽ കെട്ടിവെക്കലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള സ്വഹാബത്തിന്റെ പേരിൽ കെട്ടിവെക്കലാണ്. നാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള താബീങ്ങളുടെ പേരിൽ കെട്ടിവെക്കലാണ്. അങ്ങനെ അങ്ങോട്ടെടുത്ത് ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ഞങ്ങൾക്ക് പരമ്പരയുണ്ട്. പരമ്പര എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഉസ്താദ് മുതൽക്ക് അങ്ങോട്ട് നോക്കിയാ റസൂൽ വരെ എത്തുന്ന കണ്ണിയുണ്ട് എനിക്ക്. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളൊരു കാര്യം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന കണ്ണികൾ മുഴുവനും ഞങ്ങളിവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ അംഗീകരിച്ചവരാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അംഗീകരിച്ചവർ തന്നെ എന്നല്ലേ ആ പറഞ്ഞതിന്റെ ചുരുക്കം? എന്ത്? എനിക്ക് പരമ്പരന്റെ റസൂലുള്ള വരെ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും എനിക്ക് റസൂലുള്ള മുതൽക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഇബ്നു ഉമർ കേട്ടു, അവിടുന്ന് ഇങ്ങോട്ട് നാഫി കേട്ടു, അവിടുന്ന് ഇങ്ങോട്ട് ഇമാം മാലിക് കേട്ടു, അവിടുന്ന് ഇങ്ങോട്ട് ഷാഫി ഇമാം കേട്ടു എന്നിങ്ങനെ മഹാന്മാരായ ആളുകൾ മുഴുവനും അവരിൽ നിന്നൊക്കെ കിട്ടിയതാണ്. എന്നാ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉസ്താദുമാരായിട്ട് എണ്ണിയ റസൂലുള്ളാന്റെ അവിടേക്ക് പോകട്ടെ, അതവിടെ നിൽക്ക്. നിങ്ങൾ തൊട്ട് ഉസ്താദിന്റെ ഉസ്താദുമാരായിട്ടൊക്കെ എണ്ണിയ ആളുകളില്ലേ, ആ പരമ്പരയിലെ ആളുകളും നിങ്ങളും തമ്മിൽ ഐക്യത്തിലാണോ? അവരുടെയെങ്കിലും ആശയം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അവരുടെയെങ്കിലും ആശയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ പരമ്പരയിൽ എണ്ണിയ ഒരാളല്ലേ സദഖത്തുള്ള മുസ്ലിയാരി. സദഖത്തുള്ള മുസ്ലിയാർ പറഞ്ഞതുപോലെയാണോ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്? സദഖത്തുള്ള മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം സ്പീക്കറിലെ ഖുതുബ പാടുണ്ടോ? നിങ്ങളേതിലാ ഖുതുബ ഓതുന്നത്? പൊട്ടിപ്പോയില്ലേ പരമ്പര? അതുപോലെ തന്നെ കറൻസിയുടെ സക്കാത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങളിൽ നിങ്ങളുടെ പരമ്പരയിൽ തൊട്ട് മേലെ നിൽക്കുന്ന ആളുകളുടെ കാര്യമെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നവരാണോ? മാത്രമല്ല, ഏതെല്ലാം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വെള്ളിയാഴ്ച ഏതാ മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് തറയിൽ വെച്ചൊരു തറപ്രസംഗം വേണമെന്നൊരു കൂട്ടർ, വേറൊരു കൂട്ടർ പറയുന്നു പാടില്ല, അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്. നിങ്ങൾക്ക് ഇങ്ങനെ പരമ്പരയിൽ ഇങ്ങനെ മേലോട്ട് പോകുമ്പോ ഇങ്ങനെ ഓരോരുത്തർക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഒരൊറ്റ പരമ്പരയിലൂടെ കിട്ടിയിട്ടും എങ്ങനെ വന്നുപോയി? ഇത് ചിന്തിക്കുന്നില്ലേ കേൾക്കുന്ന ആളുകൾ? ഇത് ആലോചിക്കുന്നില്ലേ കേൾക്കുന്ന ആളുകൾ? തീർച്ചയായും ആലോചിക്കും. ഖുർആൻ പരിഭാഷയുടെ കാര്യത്തിൽ നിങ്ങളുടെ കണ്ണികളിലുള്ള ആളുകളൊക്കെ ഒരേ ചിന്താഗതിക്കാരാണോ? ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാമെന്ന് ഒരു വിഭാഗം, കുഫിരിയത്തൊന്നൊരു വിഭാഗം, അതല്ല ആവശ്യം തന്നെയാണ് എന്ന് പറയുന്നൊരു വിഭാഗം. നിങ്ങൾ ഈ പരമ്പര എങ്ങനെ വെച്ചുകൂട്ടുന്നു? എത്രയാ പരമ്പര? അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ പറയും നിങ്ങളെ ഈ ഉസ്താദിന്റെ പരമ്പരയൊന്നുമല്ല പരമ്പര എന്ന് പറയും. ഇവിടെ ഇസ്ലാം പഠിപ്പിച്ച പരമ്പരയുള്ളത് മുജാഹിദുകൾക്ക് മാത്രമാണ്, മുജാഹിദുകൾക്ക് മാത്രമാണ്. വളരെ ആത്മവിശ്വാസത്തോടെയാ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കോ. എന്തേ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഖൗല്, ഏതെങ്കിലും ഒരു ഫിഅല്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു തഖ്രീർ, അത് നമുക്ക് കൃത്യമായി തന്നെ ലഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൃത്യമായ പരമ്പരയിലൂടെയാണ്. അങ്ങനെയുള്ളതേ ഞങ്ങൾ പറയാറുള്ളൂ, അങ്ങനെയുള്ളതേ ഞങ്ങൾ പറയാറുള്ളൂ. ഞങ്ങളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ആചാരമുണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്
സ്വഹാബത്തിൽ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതാണ്. അതല്ലാത്ത ഒരു കാര്യത്തിന് വിളിക്കപ്പെട്ടാൽ ഇതാ ഇന്ന ഹോജ പറഞ്ഞിരിക്കുന്നു, ഖുർആനിലും ഹദീസിലും ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ ഹോജയുടെ വാക്ക് മതി എന്ന് പറയുമ്പോ നമ്മുടെ ശൈലി എന്താണ്, നമ്മുടെ യഥാർത്ഥത്തിലുള്ള നയം എന്താണ്? വഇദാ ദുഈത ഇലർ റസൂലി ഫഖുൽ ലഹും സമഅൻ വതൗഅൻ ലസ്തു ദാഇസിയാനി. അല്ലാഹുവിന്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ തുടക്കത്തിലെ ഓതിക്കേൽപ്പിച്ചില്ലേ വരായത്ത്, മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? ആ നിലക്കുള്ള ക്ഷണം കേട്ട് കഴിഞ്ഞാൽ അവരുടെ നയനിലപാട് എന്താണ്? അയ്യഖൂലൂ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ആ നയമുള്ളവർക്ക് മാത്രമാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ച കക്ഷികൾ, അവരാണ് വിജയം വരിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. നേരത്തെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവം? ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ വിവരിച്ച പ്രകാരം അത് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇവിടെ പറഞ്ഞു അൽ-ഇസ്നാദു മിനദ്ദീൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ-ഇസ്നാദു മിനദ്ദീൻ, ദീനിന്റെ ഭാഗമാണ് ഈ പാരമ്പര്യമായി ലഭിക്കുകയെന്ന്. സനദ് പാരമ്പര്യം എന്നാ നിങ്ങൾ അർത്ഥം വെച്ചത്, പാരമ്പര്യം എന്നാ നിങ്ങൾ അർത്ഥം വെച്ചത്, ദീനിൽപ്പെട്ടതാണ്. എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? അങ്ങനെ പാരമ്പര്യമായി ലഭിക്കുക എന്നത് ഇല്ലായിരുന്നു എങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഓരോരുത്തരും ഇഷ്ടം പോലെ പറയും. അതില്ലെങ്കിൽ തോന്നിയതുപോലെ തോന്നിയവരൊക്കെ പറയാൻ തുടങ്ങും. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള പറഞ്ഞിടത്താണുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്നതാ ഒരു വിഷയം നമുക്ക് സ്വീകാര്യോഗ്യമായിട്ട് കിട്ടേണ്ടതുണ്ട്, അതിന് ശരിയായ പരമ്പര വേണ്ടതുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ആര് കേട്ടു എന്ന കൃത്യമായ കണ്ണിമുറിയാത്ത വിശ്വസ്തരായ ആളുകളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത് അൽ-ഇസ്നാദു മിനദ്ദീൻ. അതില്ലാതെയാണെങ്കിൽ ആർക്കു എന്തും പറഞ്ഞൂടെ? അതാണ് പറയുന്നത് വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ, തോന്നിയവരൊക്കെ തോന്നിയതുപോലെ തോന്നുന്നത് പറയുമായിരുന്നു. മുജാഹിദുകൾ അങ്ങനെയല്ല, അവർ കൃത്യമായ ആ നിലക്കുള്ള പരമ്പര നോക്കിയിട്ട് തന്നെയാണ്. എന്നാലോ സമൂഹത്തിൽ പലപ്പോഴും ഇന്ന് കാണുന്നത് എന്താണ്? ഒരു വിഷയത്തിൽ തർക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളോട് പറയുകയാണ്, അതല്ലെങ്കിൽ ഒരു മുസ്ലിയാരോട് പറയുകയാണ്, ഓ മുസ്ലിയാരേ, നിങ്ങളാ ചെയ്യുന്ന വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം, അതല്ലെങ്കിൽ നിങ്ങളുടെ ആചാരം, അതിന് പ്രമാണമില്ല കേട്ടോ, ഖുർആനില്ലതിന് തെളിവില്ല കേട്ടോ, ഹദീസില്ലതിന് തെളിവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആയത്തോ ഹദീസോ ഓതിക്കൊടുത്താൽ അവരിങ്ങനെ അന്തം വിട്ടു നിൽക്കും. ഞങ്ങൾക്കതൊന്നും കേൾക്കേണ്ട എന്ന മട്ടിൽ. ഇത് ഇമാം റാസിയുടെ കാലഘട്ടത്തിലും ഉണ്ടായി എന്ന് റാസി അതാ എടുത്തുദ്ധരിക്കുന്നത് കാണാം. അതാ കൃത്യമായി തന്നെ അവിടെ പറയുന്നു. ഞാൻ കുറെ മുഖല്ലിദുകളായ ആളുകളെ കാണുകയുണ്ടായി. وقرأت عليهم آيات كثيرة من كتاب الله تعالى في بعض المسائل وكانت مذاهبهم بخلاف تلك الآيات فلم يقبلوا تلك الآيات ولم يلتفتوا إليها وبقوا ينظرون إلي كالمتعجبين. يعني كيف يمكن العمل بظاهر هذه الآيات مع أن الرواية عن سلفنا وردت بخلافها. അദ്ദേഹം പറയുന്നത് എന്താണെന്നോ, ചില ആളുകളെ ഞാൻ കണ്ടുമുട്ടി, ചില സമൂഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. പണ്ട് കാലത്തുണ്ടായ കാര്യം പറയാ. ചില ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ അവരോട് ചില വിഷയങ്ങളിലൊക്കെ അള്ളാന്റെ ആയത്തോതി കൊടുത്തു. ആയത്തോതി കേട്ടോക്കുമ്പോ
അവര് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയതിന് നേരെ എതിരാണ് ഈ ആയത്തിൽ കേൾക്കുന്നത്. അപ്പോൾ ഈ ആയത്ത് അവര് സ്വീകരിച്ചില്ല, അതിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയോ അവരിങ്ങനെ അന്തം മുട്ടെന്ന് നോക്കുകയാണ്. ആ നോട്ടത്തിന്റെ ഉദ്ദേശം എന്താണ്? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ ഉസ്താദിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിനെതിരെ ഈ ആയത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാനാണ്? ഞങ്ങൾക്കത് സാധ്യമല്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വലൗ തഅമ്മൽത ഹഖ്ഖ തഅമ്മുലി വജദ്ത ഹാദ ദാഅ സാരിയൻ ഫീ ഉറൂഖിൽ അക്സരീന മിൻ അഹ്ലി ദുനിയാ.